പ്രശാന്ത്, ഇന്നത്തെ ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നല്ലോ. എന്തായിരുന്നു ചടങ്ങ്? എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങ്? വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരുന്നു. ബർത്തിനരികിൽ എത്തി മുഖ്യമന്ത്രിയും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ് സോനോവാൾ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ആദ്യ കപ്പലിനെ സ്വീകരിച്ചു. ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരം വിട്ടതായുള്ള പ്രഖ്യാപനം. തുടർന്ന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിരവധി പേർ, ഒരു 5000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനം, ഈ ചടങ്ങിലുടനീളം നമുക്ക് എടുത്തു പറയേണ്ടത്, സർക്കാർ, ഇത് ഇടത് സർക്കാരുകളുടെ വിജയം നേട്ടമാണ്, അല്ലെങ്കിൽ ഇടപെടലിൻ്റെ ഫലമായാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതെന്ന് സർക്കാർ പ്രത്യേകം ഊന്നി പറയാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചടങ്ങിൽ നിന്ന് ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. കാരണം നയനാർ സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട ആശയം, അത് പിന്നീട് 2016-ൽ വി എസ് സർക്കാരിൻ്റെ കാലത്ത് കരാറിലേക്ക് എത്താൻ 2006-ൽ കരാറിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതും 2010 ആയപ്പോഴേക്കും അത് അന്നത്തെ UPA സർക്കാർ ചൈനീസ് കൺസോർഷ്യം കരാറിൻ്റെ പേരിൽ അതിനെ റദ്ദാക്കിയത്, അല്ലെങ്കിൽ അതിന് അനുമതി നൽകാത്ത അടക്കമുള്ള രാഷ്ട്രീയം പരസ്യമായി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ വിഴിഞ്ഞം തുറമുഖം LDF സർക്കാരുകളുടെ സമർപ്പണമാണെന്ന് പറഞ്ഞത്. അതേസമയം തന്നെ UDF സർക്കാരുകളുടെ ഇടപെടലുകളും കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല. ഈ വിഴിഞ്ഞം തുറമുഖ കരാർ, ഇപ്പോഴത്തെ കരാറിന് ഒപ്പിട്ടതും തറക്കല്ലിടുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ഈ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പരാമർശിച്ചുമില്ല. മാത്രമല്ല, LDF 2012 കാലത്ത് തുറമുഖത്തിന് വേണ്ടി വലിയ പ്രയത്നങ്ങൾ നടത്തിയെന്നും ആ പ്രയത്നത്തിൻ്റെ ഫലമായി 2013-ലും പിന്നീട് 2015-ൽ കരാറിലേക്ക് എത്തിയെന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതേസമയം തന്നെ അദാനിയുമായി ഉണ്ടാക്കിയ 5000 കോടി രൂപയുടെ തുറമുഖ കരാറിൽ 6000 കോടി രൂപയുടെ അഴിമതിയെന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ അദ്ദേഹം ഇന്ന് മറ്റൊരു തരത്തിൽ ന്യായീകരിക്കുകയും ചെയ്തു. അന്ന് ചൂഷണത്തിനും അഴിമതിക്കും എതിരെ ഉള്ള കാര്യങ്ങൾ, അഴിമതി നടക്കാനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതെല്ലാം പിന്നീട് തടയാനായി എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അതേസമയം തന്നെ വിഴിഞ്ഞം അദാനി പോർട്സിൻ്റെ CEO ആയ കരൺ അദാനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ശശി തരൂരിൻ്റെയും പേരുകൾ പരാമർശിക്കുകയും ചെയ്തു ചടങ്ങിൽ. പ്രൗഢഗംഭീരമായ ചടങ്ങോടുകൂടി ഇന്ന് അങ്ങനെ ഔദ്യോഗികമായ ഉദ്ഘാടനമായിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്.